ഇന്ന് നമുക്കൊരു ഹോം ടൂർ ആയാലോ? ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഭയങ്കര മഴ കേട്ടോ പുറത്ത്. അങ്ങനെ നമുക്ക് വീടിനകത്തേക്ക് പോവാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സിറ്റ് ഔട്ടാണ് ഫ്രണ്ടിലായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ്. അതിനെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സോഫ സെറ്റും ഈ ഒരു ഭാഗത്ത് നമ്മുടെ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വേണ്ട ഇൻറ്റീരിയേഴ്സും അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമാണ് താഴെയുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം അവിടെ, സെക്കൻഡ് ബെഡ്റൂം ഇവിടെയുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് അവിടേക്കുള്ള ലൈറ്റ്സും എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഇൻവെർട്ടറും അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്പേസ് ആണ്. അവിടെ ബോക്സ് പോലെ ആക്കി കൊടുത്തിട്ടില്ല, ജസ്റ്റ് വിശാലമായിട്ട് തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മെയിൻ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. ആദ്യം ഒരു ചെറിയ സ്പേസ്, പിന്നെ ബെഡ്റൂമിലേക്ക് വലിയ സ്പേസാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂമും, പിന്നെ ഈ ഒരു ഭാഗത്ത് ഷെൽഫും നമ്മുടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളർഫുൾ ആൻഡ് അതുപോലെ സ്പേസ് ഉള്ള ഒരു ബാത്റൂം ആൻഡ് ടോയ്ലറ്റാണിത്. ഈ ഒരു ഗ്ലാസിൻ്റെ പിന്നിലായിട്ട് ചെറിയൊരു ബോക്സ്, നമുക്ക് ചെറിയ ഐറ്റംസൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസോ എന്ത് വേണമെങ്കിലും ഇവിടെ വെക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഈ അടുത്ത് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുന്നത്. ആ ഹാളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതിനകത്ത് നമ്മൾ റൂമിനകത്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കർട്ടനും അതുപോലെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും അത്യാവശ്യം വലിപ്പമുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. നല്ല അത്യാവശ്യം ബാത്റൂം, ടോയ്ലറ്റ് ആൻഡ് നന്നായി വലിപ്പമുള്ള ഒരു സ്പേസുള്ള ടോയ്ലറ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്തും ഇത് ഫസ്റ്റ് നമ്മൾ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹിഡൻ സ്പേസ് പോലെ നമ്മുടെ കണ്ണാടിൻ്റെ പിന്നിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനടുത്ത് നമ്മൾ മുകളിലേക്ക് പോകാം. മുകളിൽ സ്റ്റെപ്പ് കയറിയ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കണ്ടുണ്ടാവും, ഈ ചെടിയുടെ ബാക്കിലായിട്ട് അവിടെ ഒരു ഗോഡൗൺ പോലെയാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവെക്കാൻ സാധിക്കും. പിന്നെ താഴെയും സ്റ്റെപ്പിൻ്റെ അവിടെ ചെയ്തിട്ടുള്ളത് മാർബിളാണ്. പിന്നെ മുകളിലേക്ക് ടൈൽസാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ 3 ബെഡ്റൂമുണ്ട്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു റൂമാണ്. ഇതും അതേപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ബെഡ്റൂമാണിത്. ഇത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള റൂമാണ്. ഇത് മുകളിലത്തെ തേർഡ് റൂമാണ്. ഇത് നമ്മൾ പ്രെയർ റൂമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. താഴെ നമ്മൾ എല്ലാ റൂമും ഹാളൊക്കെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ചെറിയൊരു സ്പേസ്, ചെറിയ സിറ്റ് ഔട്ടാണുള്ളത്. അവിടെ ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. അവിടെ താഴെ നമുക്ക് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ മുകളിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് പിന്നിലേക്കുള്ള ബാൽക്കണി ഏരിയയാണിത്. ഇത് അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്കിവിടെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ആളുകൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നല്ല സ്പേസുള്ള സ്ഥലം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു കിച്ചണാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ, ഒരു വാഷ് ബേസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ തന്നെ നമുക്ക് ആളുകൾ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട്, മുകളിലും ഇതേപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കിച്ചൺ ഏരിയയിലേക്ക് പോകാം. താഴെ നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണാണുള്ളത്. എല്ലാ ഐറ്റംസും വെക്കാനായിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും എവിടെ വെക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രോക്കറി ഐറ്റംസ് വെക്കാനുള്ള ഒരു ഷെൽഫ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകി ഇതിൻ്റെ മുകളിൽ വെച്ചാൽ വെള്ളം ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയാവുന്നതാണ്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഐറ്റംസും വെക്കാനുള്ള എല്ലാ സ്പേസും ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് 4 പേർക്ക് ഒന്നിച്ച് കഴിക്കാനുള്ള ചെറിയ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ അടുപ്പല്ല, നമ്മൾ ഗ്യാസാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന കുറച്ച് ഉപ്പ് പഞ്ച ഐറ്റംസൊക്കെ വെക്കാനുള്ള ചെറിയ ഷെൽഫ് അവിടെ ഉണ്ട്. ഗ്യാസും വെക്കാനുള്ള സ്പേസാണുള്ളത്. നമ്മുടെ അടുപ്പ് പുറത്താണിട്ടുള്ളത്. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ആലുവ അടുപ്പും അതുപോലെ പാത്രം കഴുകാനുള്ള സ്പേസ് ഒന്നിച്ച് തന്നെയാണുള്ളത്. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് അലക്കാനുള്ള കല്ലുണ്ട്. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.